Hi guys, just started reading this The Let Down Theory book of Mel Robbins. Amazing, I feel, and I think this will definitely change our perspective to an extent. So ഞാനിത് ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. ഇതിൻ്റെ കൂടുതലാകുമ്പോഴത്തേനും ഞാൻ അതിൻ്റെ റിവ്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് ഈ വീഡിയോയുടെ കൂടെ തന്നെ തരാം. ഹായ്, അപ്പോൾ ആദ്യത്തെ ആ വീഡിയോ 19 ജൂലൈക്ക് എടുത്താണ്. സാധാരണഗതിയിൽ ഞാനൊരു ബുക്ക് കിട്ടിയാൽ അതങ്ങ് അടുപ്പിച്ചിരുന്ന് വായിച്ച് തീർക്കാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ 17 ഓഗസ്റ്റാണ്. ഞാനിപ്പോൾ ഇതാ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 201-ാമത്തെ പേജാണ് ഞാൻ എത്തിയിട്ടുള്ളൂ. റീസൺ എന്ന് പറയുന്നത് ഇതിൽ ഒത്തിരി ചിന്തിക്കാനും മനസ്സിലാക്കാനും ജസ്റ്റ് വായിച്ചു വിടാതെ ഒത്തിരി കാര്യങ്ങൾ ഉള്ളിലേക്ക് എടുക്കാനുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പതുക്കെ അത് വായിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഇനിയിപ്പം ഈ ബുക്ക് എന്ന് പറയുന്നത് ഒരു ഒരു ഭയങ്കര ആപ്റ്റാണ് എനിക്ക്. കാരണം ഞാൻ ഭയങ്കര ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ആളാണ്. അപ്പം ഫോർ അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ് പെർസ്പെക്റ്റീവ് എന്നുള്ള രീതിയിലാണെങ്കിലും ഫോർ കൂടുതൽ പേഷ്യൻ്റായിട്ട് കമ്പാഷനേറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഈ ബുക്ക് എനിക്കൊരു പുതിയൊരു വെളിച്ചം തരുന്ന ഒരു ബുക്കായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് നമ്മൾ മറ്റുള്ള ഒരു ആള് ഇപ്പം എല്ലാവരും ഇമോഷണലി ഒരു 8 വയസ്സിൻ്റെ ഏജ് എത്തി നിൽക്കുന്ന ഒരാളാണെന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. അപ്പം അങ്ങനത്തെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പം വിച്ച് ഹെൽപ്പ് അസ് ടു മറ്റുള്ളവരെ ഫോർഗീവ് ചെയ്യാനായിട്ടും പേഷ്യൻ്റായിട്ട് നിൽക്കാനായിട്ടും കമ്പാഷനേറ്റായിട്ട് പെരുമാറാനും ഒക്കെ കുറച്ചുകൂടെ ഒരു വെളിച്ചം തരുന്ന ബുക്കായിട്ട് എനിക്ക് തോന്നി. ഇനി ബാക്കി കുറച്ച് പേജും കൂടെ ഉണ്ട് വായിച്ച് തീർക്കാനായിട്ട്. എന്താ പറയുക, ജീവിതകാലം മൊത്തം എൻ്റെ കൈ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ബൈബിളായിട്ടാണ് ഞാൻ ഈ ബുക്ക് പറയുന്നത്, ദ ലെറ്റ് ഡൗൺ തിയറി. സോ ഇപ്പം എന്നെ പോലത്തെ ഇമോഷണൽ ആയിട്ടുള്ള മനുഷ്യർക്ക് പറ്റിയൊരു, എല്ലാവരും ഇമോഷണലാണ്, പക്ഷെ എന്നാലും കുറച്ച് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ട് ഉള്ള ആൾക്കാർക്ക് പറ്റിയൊരു ബുക്കാണ് ഈ ലെറ്റ് ഡൗൺ തിയറി എന്ന് ഞാൻ പറയും. പല സന്ദർഭങ്ങളിൽ നമ്മളെ ഒരു ഭയങ്കര ഒരു ഇതിനകത്ത് ടൂൾസാണ്, എഫിഷ്യൻറ്റ് ടൂൾസ് ആർ ദെയർ ടു കോപ്പ് അപ്പ് വിത്ത് മെനി സിറ്റുവേഷൻസ് ഇൻ ലൈഫ്. സോ ഇത് 6th സെപ്റ്റംബറാണ്. 261th പേജാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആദ്യം വളരെ ലൈറ്റായിട്ട് തുടങ്ങിയ ഒരു സാധനം, പിന്നെ നമ്മുടെ ഈ അഡിഷനെ കുറിച്ചും സ്ട്രോങ് ആയിട്ടുള്ള പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഇനിയിപ്പോൾ കുറച്ച് പേജും കൂടെ ഉള്ളൂ. ഈ കുറച്ച് പോകെ കുറച്ച് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള സബ്ജക്ട്സാണ് ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യം വളരെ ലൈറ്റായിട്ട് രസമായിട്ടാണ് ഞാൻ വായിച്ചു വന്നതെങ്കിലും പിന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അഡിക്ഷനിൽ നിന്നൊക്കെ ഒരാളെ മാറ്റുക എന്ന് പറയുന്നത് എത്രത്തോളം അതിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നുമേ അല്ല അത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് ഈ ബുക്ക് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ പുതിയ ധാരാളം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം എനിക്ക് ഈ ബുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ചിലവർക്ക് ഇത് കുറച്ച് ലാഗല്ല, പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നതായിട്ടും കുറച്ച് എക്സ്പ്ലനേഷൻ കൂടുതലായിട്ടൊക്കെ തോന്നാം. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത് കറക്റ്റാണ്. പക്ഷെ വേറെ ചിലർക്ക് അത് അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട് എന്നെനിക്കിത് വായിക്കുമ്പോൾ ഇടയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ ഭയങ്കര വർത്താണ് കേട്ടോ ഈ ബുക്ക്. സോ ഞാൻ ബുക്ക് ഫിനിഷ് ചെയ്തിട്ട് ഇനിയും പറയാം. പിന്നെ നമ്മുടെ ലെറ്റ് ഡൗൺ തിയറി തീർന്നിരിക്കുകയാണ്. അപ്പോൾ തീരുമ്പോൾ ഇത് പറയുന്നത് യു ആർ ദ ലവ് ഓഫ് യുവർ ലൈഫ് എന്നൊന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ബുക്ക് അവസാനിപ്പിക്കുന്നത്. മെൽ റോബിൻസ് ഒരു വണ്ടർഫുൾ വർക്കാണ് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവർക്കും ഞാൻ ഈ ദ ലെറ്റ് ഡൗൺ തിയറി എന്ന് പറയുന്ന ഈ ബുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഇത് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ബുക്കിൻ്റെ റിവ്യൂ ഒരു വെറൈറ്റി റിവ്യൂ ആയിരുന്നു. ഞാനിതിവിടെ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു.